ആ മുറിയിലേക്ക് കയറേണ്ട, അത് അബിയുടെ അമ്മയുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന മുറിയാണ്. അവനല്ലാതെ വേറെ ആരും അതിനകത്ത് കയറുന്നത് അബിക്ക് ഇഷ്ടമല്ല. പെട്ടെന്ന് കിഷോർ അങ്ങനെ പറഞ്ഞപ്പോൾ ചിത്രയ്ക്ക് വല്ലാതെയായി. പക്ഷെ അത് മുഖത്ത് കാണിക്കാതെ ഒരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് ചിത്ര കൈയെടുത്തു. തനിക്ക് ഫീലാകണ്ട, അബിയുടെ ഒരേ ഒരു ഫ്രണ്ടായി എനിക്ക് പോലും ആ മുറിയിലേക്ക് കടക്കണമെങ്കിൽ അവൻ്റെ അനുമതി വേണം. കിഷോറിൻ്റെ വാക്കിൽ നിന്ന് തന്നെ അബി ആ മുറിക്ക് കൊടുക്കുന്ന പ്രാധാന്യം അവൾക്ക് മനസ്സിലാവുമായിരുന്നു. അഭിമന്യു. പെട്ടെന്നാണ് ഗൗരവത്തോടെയുള്ള ഒരു അലർച്ച ഹാളിൽ നിന്ന് ഉയർന്നത്. ആ ശബ്ദം ഒട്ടും പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് ചിത്രയൊന്ന് ഞെട്ടി. എന്നാൽ കിഷോർ തൻ്റെ കൈമുഷ്ടി ചുരുട്ടി ദേഷ്യം നിയന്ത്രിച്ചു. പിന്നെ പേടിച്ചു നിൽക്കുന്ന ചിത്രയെ നോക്കി. ആരെന്ത് ചോദിച്ചാലും പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. അതിൽ ഉറച്ചു നിൽക്കണം, മനസ്സിലായോ? ഗൗരവത്തിൽ അവളെ നോക്കി കിഷോർ പറഞ്ഞതും അതേ എന്ന പോലെ തലയാട്ടിയിരുന്നു ചിത്ര. അവളെ ഒന്ന് നോക്കി കിഷോർ പടികൾ ഇറങ്ങി അതിൻ്റെ കൂടെ തൻ്റെ ഫോൺ എടുത്ത് അബിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു. ഇതേ സമയം താഴെ ഇട്ടിരിക്കുന്ന സോഫയിലിരിക്കുകയാണ് രവിവർമ്മ. അയാളുടെ മുഖം ദേഷ്യത്തിൽ ചുവന്നിരിക്കുവാണ്. പെട്ടെന്നാണ് പടിയിറങ്ങി വരുന്ന കിഷോറിലേക്ക് അയാളുടെ ശ്രദ്ധ പോകുന്നത്. അഭിമന്യു എവിടെ? അവനെ വിളിക്ക്. ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു വർമ്മ. അബി ഇവിടെയില്ല. അത് കേൾക്കിയിരുന്ന സോഫയിൽ നിന്ന് പിടഞ്ഞെണീറ്റു വർമ്മ. എന്നാലേ അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന അവളെ വിളിക്ക്. അവളോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. കിഷോറിനെ നോക്കി ദേഷ്യത്തിൽ പറയുമ്പോൾ അയാളുടെ ഉള്ളിൽ അവളോട് പുച്ഛമായിരുന്നു. എന്നാൽ അപ്പോഴേക്കും അയാളുടെ അലർച്ച കേട്ട് ചിത്ര പടികൾ ഇറങ്ങി താഴേക്ക് വന്നു. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ കിഷോറിനോട് കയർക്കുന്ന ആളിൽ വന്നു നിന്നു. വെളുത്തു നിര ബാധിച്ച 80 വയസ്സിനോടടുത്ത് പ്രായം തോന്നിക്കുന്ന ആള്. നീട്ടു വളർത്തിയ താടിയും മുടിയും, ഒറ്റ നോട്ടത്തിൽ അഭിസാറിൻ്റെ ഛായ. പക്ഷേ മുഖത്തും പ്രവൃത്തിയിലും ഗൗരവമാണ്. അത് കൂട്ടാൻ എന്നതുപോലെ വെള്ള കളർ ജുബയും അതേ കളർ മുണ്ടുമാണ് വേഷം. കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന വലിയ രുദ്രാക്ഷമാല, അതിൻ്റെ അറ്റത്തൊരു ഏലസും. ഇറങ്ങിയ കയ്യിൽ വാച്ചും മറ്റൊരു കയ്യിൽ കട്ടിയുള്ള സ്വർണത്തിൻ്റെ ദണ്ടും. കയ്യിലൊരു മരത്തിൻ്റെ ഊന്നുവടി, അതിൻ്റെ പിടി സ്വർണം കൊണ്ടുള്ളതാണ്. പെട്ടെന്നാണ് കിഷോറിന് പുറകിൽ നിൽക്കുന്ന ചിത്രയിലേക്ക് രവിവർമ്മയുടെ കണ്ണെത്തുന്നത്. അവളെ കണ്ട നിമിഷം അയാളുടെ മുഖം വലിഞ്ഞു മുറുകി. സോഫയിൽ നിന്ന് ദേഷ്യത്തിൽ എണീറ്റ് അയാൾ ചിത്രയ്ക്കടുത്തേക്ക് പോയി. എന്നാൽ തൻ്റെ നേരെ വരുന്ന അയാളെ കണ്ട് അയാളുടെ മുഖത്തെ ദേഷ്യം കണ്ട് അറിയാതെ 2 അടി പുറകിലേക്ക് വെച്ചിരുന്നു ചിത്ര. എന്നാൽ അപ്പോഴേക്കും നടന്ന് അവൾക്കടുത്തേക്ക് എത്തിയിരുന്നു അയാൾ. ചിത്രയ്ക്ക് പുറകെ പോകുന്ന രവിവർമ്മയെ കാണി കിഷോറിന് അപായമണി മുഴങ്ങി. അതുകൊണ്ടാണ് അയാൾക്ക് പുറകെ അവനും അവളുടെ അടുത്തേക്ക് പോയത്. എന്നാൽ അപ്പോഴേക്കും ചിത്രയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ തുടങ്ങിയിരുന്നു അയാൾ. അഭിമന്യുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിനക്ക് എത്ര വേണം? അവളുടെ മുഖത്തേക്ക് നോക്കി അത് ചോദിക്കുമ്പോൾ ചിത്രയോടുള്ള വെറുപ്പും പുച്ഛവും അയാളുടെ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു. എന്നാൽ അതേസമയം അയാളുടെ വാക്കുകളിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു ചിത്ര. സർ, സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങൾ വിലയിടുന്നത് സ്വന്തം കൊച്ചുമോൻ ഭാര്യയുടെ കഴുത്തിൽ കെട്ടിയ താലിക്കാണെന്ന് ഓർമ്മ വേണം. അത്രയെങ്കിലും പറയാതിരിക്കാൻ കഴിയുമായിരുന്നില്ല കിഷോറിന്. അല്ലെങ്കിലും ഇതൊക്കെ ഒന്ന് ഇവിടം വരെ എത്തിക്കാൻ അവൻ പെട്ട പാട് അവന് മാത്രമേ അറിയൂ. എന്നിട്ട് ഇത്ര നിസ്സാരമായി അത് പൊട്ടിച്ചെറിയുന്നതിനെക്കുറിച്ച് പറയുന്നത് കേട്ടു നിൽക്കാൻ അവന് കഴിഞ്ഞില്ല. എന്നാൽ ചിത്രയിൽ നിന്ന് കണ്ണുകൾ എടുക്കാതെ അയാൾ അവളെ നോക്കി വീണ്ടും ചോദിച്ചു, അവൻ കെട്ടിയ താലി ഇവിടെ ഇപ്പോൾ അഴിച്ചിട്ട് താൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ ചിത്രയ്ക്ക് എത്ര കോടി വേണം? എന്നാൽ ഇതേ സമയം രവിവർമ്മയുടെ വാക്കുകൾ കേട്ട് നിയന്ത്രിച്ചു നിർത്താൻ കഴിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. രവിവർമ്മയ്ക്ക് മുൻപിൽ നിൽക്കുന്ന ചിത്രയെ കണ്ടതും കിഷോറിനാകെ പരിഭ്രമമായി. അയാളെ ഭയന്ന് അവൾ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ എല്ലാം അവിടെ തീരും. സർ, അഭിപ്പോ എത്തും. സാർ ഇങ്ങനെയൊക്കെ ചിത്രയോട് ചോദിക്കുന്നത് അവൻ കേട്ട എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ചിത്രയെ തന്നെ നോക്കി നിന്ന് രവിവർമ്മ കിഷോറിൻ്റെ വാക്കുകളൊന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ ചോദിച്ചത് ചിത്ര കേട്ടില്ല എന്നുണ്ടോ? അവളെ നോക്കി അല്പം കടുപ്പത്തിൽ തന്നെ ചോദിച്ചു രവിവർമ്മ. മറുപടി അവളുടെ ഭർത്താവായി ഞാൻ തന്നാൽ മതിയോ? അവിടെ ഉയർന്ന ഗംഭീരം നിറഞ്ഞ അമ്മയുടെ ശബ്ദം കേട്ടതും എല്ലാവരുടെയും ശ്രദ്ധ വാതിലിനടുത്തേക്ക് പോയി. ഡോറിനടുത്ത് വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുന്ന അബിയെ കണ്ടപ്പോഴാണ് കിഷോറിനും ചിത്രയ്ക്കും ശ്വാസം നേരെ വീണത്. എന്നാൽ ഇതേ സമയം രവിവർമ്മയുടെ മുഖം വിളറി വെളുത്തു. അപ്പോഴും കൈ രണ്ടും മാറിൽ കെട്ടി അവരെ തന്നെ ഗൗരവത്തിൽ നോക്കി നിൽക്കുവാണവൻ. പെട്ടെന്ന് കെട്ടിവെച്ചിരിക്കുന്ന കൈയെടുത്ത് വർമ്മക്കടുത്തേക്ക് വന്നു അവൻ.
ഗൗരവത്തിൽ തൻ്റെ അടുത്തേക്ക് വരുന്ന അബിയെ കണ്ട് ഒന്ന് പതറിയെങ്കിലും അത് മുഖത്ത് കാണിക്കാതെ അവനെ തന്നെ ഗൗരവത്തിൽ നോക്കി നിന്നു വർമ്മ. എൻ്റെ ഭാര്യയ്ക്കും ഞാൻ അവൾക്ക് കെട്ടിക്കൊടുത്ത താലിക്കും വിലയിടാൻ മിസ്റ്റർ വർമ്മയ്ക്ക് ആരാണ് അധികാരം തന്നത്? അയാളുടെ മുഖത്ത് നോക്കി അത് ചോദിക്കുമ്പോൾ അവൻ്റെ മുഖം ശാന്തമായിരുന്നു എങ്കിലും ആ വാക്കുകൾക്ക് വല്ലാത്ത കട്ടിയുണ്ടായിരുന്നു. എന്നാൽ ഇതേ സമയം അബിയുടെ വാക്കുകൾ തൻ്റെ ഹൃദയത്തിലേക്ക് കുത്തിയിറങ്ങുന്നത് പോലെ തോന്നി വർമ്മയ്ക്ക്. വല്ലാത്ത വേദന. പക്ഷേ അയാൾ അത് പുറത്തു കാണിച്ചില്ല. പകരം അവനെ ദേഷ്യത്തിലൊന്ന് നോക്കി. നീ എന്നെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നിന്റെ മുത്തശ്ശനാണ് അഭിമന്യു. നിന്റെ അമ്മ എൻ്റെ മകളും. അപ്പോൾ ഒരു മുത്തശ്ശന് തൻ്റെ കൊച്ചുമകൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്. അവനെ നോക്കി വീറോടെ പറയുന്ന രവിവർമ്മയെ കാണി അബിയുടെ മുഖം പുച്ഛത്തോടെ ഒന്ന് കോടി. 36 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ അമ്മ ദുർഗാദേവിയെ ഒട്ടും മനസാക്ഷിയില്ലാതെ പടിയടച്ച് പിണ്ടം വെച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഇനി നിങ്ങൾക്ക് ഇതുപോലൊരു മകളില്ല എന്നാണ്. 20 വർഷം മുൻപ് ഇന്ദ്രനങ്ങൾ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോഴും നിങ്ങൾ പറഞ്ഞത് അതുതന്നെയാണ്. പിന്നെ എന്താണ് ഇപ്പോൾ ഒരു മാറ്റം? അന്ന് നിങ്ങൾക്ക് ഞാനും അമ്മയും അന്യരായിരുന്നുവെങ്കിൽ ഇന്നും അങ്ങനെ തന്നെയാണ്. അതിൽ മാറ്റമൊന്നും വേണ്ട. അത് പറഞ്ഞുകൊണ്ട് പുച്ഛത്തോടെ അബി വർമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പറയാൻ മറുപടിയൊന്നുമില്ലാതെ അയാൾക്ക് വാടച്ചു നിൽക്കേണ്ടി വന്നു. അത് കാണി അബിയുടെ മുഖത്തുണ്ടായിരുന്ന പുച്ഛം കൂടി. എന്താ സാറിന് മറുപടിയില്ലേ? അത്രയും പുച്ഛത്തോടെ തന്നെ നോക്കി ചോദിക്കുന്ന അബിയെ നോക്കി അയാൾ ശ്വാസം ഒന്നെടുത്തു. എൻ്റെ ഭാഗത്ത് തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എൻ്റെ മകളുടെ ജീവിതം തകർന്നതുപോലെ നിന്റെ ജീവിതം തകരുന്നത് നോക്കി നിൽക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് പറയുകയാ, കൊടുക്കാനുള്ളത് കൊടുത്ത് ഇവളെ ഒഴിവാക്കിയേക്ക്. ദേവി മോൾ ഇപ്പോഴും നിനക്ക് വേണ്ടി കാത്തിരിക്കുക. ആദ്യം വർമ്മയുടെ വാക്കുകൾക്കൊരു ഇടർച്ച ഉണ്ടായിരുന്നുവെങ്കിൽ ചിത്രയെ നോക്കി അയാളുടെ കണ്ണുകൾ നിറഞ്ഞു നിന്നത് പുച്ഛവും വെറുപ്പുമാണ്. തന്നെ നോക്കി വിരൽ ചൂണ്ടുന്ന വർമ്മയുടെ കണ്ണുകളിലെ വെറുപ്പ് കാണാൻ കഴിയാതെ നിറഞ്ഞ കണ്ണുകളോടെ ചിത്ര തലതാഴ്ത്തി നിന്നു. എന്നാൽ അപ്പോഴേക്കും അവളുടെ അടുത്തേക്ക് ചെന്ന് തൻ്റെ വലം കൈകൊണ്ട് അവളെ തൻ്റെ വാമഭാഗത്തേക്ക് ചേർത്ത് നിർത്തിയിരുന്നു അവൻ. അതുവരെ പുച്ഛത്തോടെ ചിത്രയെ നോക്കി നിന്ന വർമ്മയുടെ കണ്ണുകളിൽ അസ്വസ്ഥത നിറഞ്ഞു. എന്നാൽ തൻ്റെ അടുത്ത് നിൽക്കുന്ന അബിയെ കണ്ടതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. എന്നാൽ അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ തന്നോട് ചേർത്ത് നിർത്തിയിരുന്നു അവൻ. അവൻ്റെ ആ നീക്കത്തിൽ ചിത്രയൊന്ന് വിറച്ചുപോയി. ആരെങ്കിലും പറയുമ്പോൾ ഒഴിവാക്കി വിടാനല്ല അഭിമന്യു ചിത്രയെ വിവാഹം കഴിച്ചത്. അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ അതിന് ഞാൻ തന്നെ വിചാരിക്കണം. പിന്നെ ശ്രീദേവി ഒരു വിവാഹം കഴിക്കാതെ തനിച്ച് ജീവിച്ചാലും ഒരിക്കലും ഞാൻ അവളെ സ്വീകരിക്കില്ല. അതിന് കാരണം അവൾ നിങ്ങളുടെ കൊച്ചുമകളായതുകൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലെ വിഷം എൻ്റെ അമ്മയും അങ്കിളും ഒഴിച്ച് ആ കുടുംബത്തിലുള്ള എല്ലാവരിലുമുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്തേക്കില്ലാത്ത ബന്ധവും പറഞ്ഞ് ആരും വരരുത്. വന്നാൽ അത് പറഞ്ഞ് കണ്ണുകളടച്ച് തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു അബി. എന്നാൽ അവൻ്റെ ഉള്ളിലെ പിരിമുറുക്കം എന്ന പോലെ അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ മുറുകിക്കൊണ്ടിരുന്നു. എന്നാൽ ഇതേ സമയം അബിയുടെ വാക്കുകളിൽ പതറി നിൽക്കുന്ന വർമ്മ അവനെതിരെ ഒന്നും പറയാൻ കഴിയാതെ നിന്നു. എന്നാൽ തോറ്റുകൊടുക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഈ നിൽക്കുന്നവളുടെ മുഖം മൂടി നിന്റെ മുൻപിൽ അഴിഞ്ഞു വീഴും. അന്ന് നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ പാലാഴിയിൽ ഞങ്ങളുണ്ടാകും, കൂടെ ശ്രീദേവിയും. അവനെ നോക്കി ഗൗരവത്തിൽ അത് പറഞ്ഞ് നടന്നു പോകുന്ന വർമ്മയെ അവൻ പുച്ഛത്തിൽ നോക്കി നിന്നു. പാലാഴി, ആ പേരവൻ്റെ കടപ്പലിൽ ഞെരിഞ്ഞു തീർന്നു. അപ്പോഴും അബിയുടെ വലിഞ്ഞു മുറുകിയ മുഖത്തേക്ക് ഭയത്തോടെ നോക്കി നിൽക്കുവാണ് ചിത്ര. എന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ അവളുടെ കൈ പിടിച്ചു വലിച്ച് തൻ്റെ മുറിയിലേക്ക് പോയിരുന്നു അവൻ. ചിത്രയുടെ കൈ പിടിച്ച് പടികൾ ഓടിക്കയറുമ്പോൾ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. ചിത്രയുടെ കൈ പിടിച്ച് മുറിയിലേക്ക് പോയ അബി മുറിയിലെത്തിയപ്പോഴാണ് ചിത്രയുടെ കൈ വിടുന്നത്. അതുവരെ അവൻ പിടിച്ചിരുന്ന അവളുടെ കൈത്തണ്ട ചുവന്നിരിക്കുന്നത് അപ്പോഴാണ് ചിത്ര കാണുന്നത്. എന്നാൽ അപ്പോഴേക്കും ദേഷ്യത്തോടെ അബി ചിത്രയുടെ അടുത്തേക്ക് വന്നിരുന്നു. നിമിഷ നേരം കൊണ്ട് അവളുടെ കൈത്തണ്ട പിടിച്ചു വലിച്ച് അവൻ അവളെ അവനോട് ചേർത്ത് പിടിച്ചു. ചോദിച്ച പണം തന്ന് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് എൻ്റെ ഭാര്യയായി അഭിനയിക്കാനാണ്. എന്നിട്ട് നീ ഇന്നെന്താ ചെയ്തത്? അവളെ നോക്കി അബി അലറുമ്പോൾ അവൻ പറയുന്നത് മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി നിന്നു ചിത്ര. നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലിക്കാണ് അയാൾ വില പറഞ്ഞത്. എന്നിട്ടും അത് കേട്ട് നിൽക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? അവളെ നോക്കി ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ അവൻ്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നു വന്നിരുന്നു. എന്നാൽ അബിയുടെ ചോദ്യത്തിൽ മറുപടി പറയാൻ കഴിയാതെ ചിത്രയാകെ തറഞ്ഞു നിന്നു.
എന്നാൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്നവളെ കാണി അവൻ്റെ ദേഷ്യം കൂടി. ഒന്നുകൂടെ ചിത്രയെ തന്നോട് ചേർത്ത് നിർത്തി അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി അഭി പറഞ്ഞു, ഇങ്ങോട്ട് നോക്ക്. ഞാൻ നിന്നോട് മുൻപേ പറഞ്ഞതാണ്, ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് 2 വർഷത്തേക്കാണെങ്കിൽ കൂടി ആ 2 വർഷം നീ എൻ്റെ ഭാര്യയാകണം, എല്ലാ അർത്ഥത്തിലും. ഇനി എന്നെ ഓർമ്മിപ്പിക്കാനുള്ള ഇടം വരുത്തരുത്. അവളുടെ കൈവിട്ട് ദേഷ്യത്തിൽ ബാത്റൂമിലേക്ക് കയറി പോകുന്നവനെ നോക്കി അവൾ ബെഡിലേക്കിരുന്നു. വസ്ത്രം പോലും മാറാതെ ഷവറിന് കീഴെ നിൽക്കുമ്പോൾ അവൻ തൻ്റെ ശരീരം ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നി. ഓരോ നിമിഷവും മനസ്സിലേക്ക് വരുന്നത് വർമ്മയുടെ വാക്കുകളാണ്. ഒപ്പം അതെല്ലാം കണ്ട് മിണ്ടാതെ നിൽക്കുന്നവളുടെ ചിത്രവും. കുളിച്ചൊരു ടവൽ മാത്രം ഉടുത്ത് പുറത്തേക്ക് വരുമ്പോൾ ചിത്ര ബെഡിലിരിക്കുന്നുണ്ട്. അവളെ ഒന്ന് നോക്കി കബോർഡിൻ്റെ അടുത്തേക്ക് പോയി ഒരു ഷർട്ടും ട്രാക്ക് പാൻറ്റും എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. സത്യത്തിൽ കബോർഡ് അടയുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ചിത്ര കാണുന്നത് ഡ്രസ്സും എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി പോകുന്നവനെയാണ്. അവന് മുഖം കൊടുക്കാതെ താഴേക്ക് പോകുമ്പോൾ കുറച്ചു മുൻപ് നടന്ന കാര്യങ്ങളായിരുന്നു മനസ്സ് നിറയെ. 9 മണിയായപ്പോഴാണ് ആനന്ദ് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചത്. അഭിയും കിഷോറും ചിത്രയും ഇരുന്ന് കഴിക്കുന്നുണ്ട്. തൻ്റെ വലതും ഇടതും ഇരുന്ന് സലാഡും ജ്യൂസും കൊടുക്കുന്ന കിഷോറിനെയും അഭിയെയും ഒന്ന് നോക്കിയതിനു ശേഷം ചിത്ര കാസറോളിൽ നിന്ന് 2 ചപ്പാത്തി എടുത്ത് കഴിച്ചു. അഭിയുടെ മുഖം അപ്പോഴും ഗൗരവത്തിലാണ്. ചിത്രയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വേഗം തന്നെ ഭക്ഷണം കഴിച്ച് തീർത്ത് എണീറ്റ് പോകുന്ന അഭിയെ അവൾ വേദനയോടെ നോക്കി നിന്നു. സത്യത്തിൽ എന്താണ് അവൻ്റെ മനസ്സിലെന്ന് അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ചിത്ര, കഴിക്കുന്നില്ലേ? കിഷോർ അവളെ നോക്കി ചോദിച്ചപ്പോൾ ഒരു ചിരി വരുത്ത് വീണ്ടും ചപ്പാത്തി മുറിച്ച് വായിലേക്ക് വെച്ചിരുന്നു അവൾ. ചിത്ര, ടെൻഷൻ അടിക്കേണ്ട. അഭിയുടെ വല്ലാത്ത ക്യാരക്ടറാണ്. അവൻ ആരോടും അടുപ്പം കാണിക്കുന്നത് ഇഷ്ടമല്ല. എന്തിന് ദേഷ്യപ്പെടാൻ പോലുമില്ല. അങ്ങനെ ദേഷ്യം കാണിക്കണമെങ്കിൽ പോലും അവൻ അയാളോട് ഒരു ഇഷ്ടമുണ്ടാവണം, അല്ലെങ്കിൽ പകയുണ്ടാവണം. നിസ്സാരമായി പറഞ്ഞുകൊണ്ട് എണീറ്റ് പോകുന്ന കിഷോറിൻ്റെ വാക്കുകൾ ചിത്രയുടെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു. അപ്പോൾ സാറിനോട് ദേഷ്യപ്പെട്ടത് ഇഷ്ടം കൊണ്ടാകുമോ? ചിത്രമുറിയിലേക്ക് പോകുമ്പോൾ അഭി ഒരു ഷോർട്സ് മാത്രമിട്ട് ബെഡിലിരിക്കുന്നുണ്ട്. ചിത്ര വന്നതറിഞ്ഞുവെങ്കിലും അവളെ മൈൻഡ് പോലും ചെയ്യാതെ അവൻ തൻ്റെ പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ചിത്ര അവനെ ഒന്ന് നോക്കിയതിനു ശേഷം കബോർഡിൽ നിന്ന് ഒരു ജോഡി ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. ഫ്രഷായി വരുമ്പോഴും അഭി അതേ ഇരിപ്പാണ്. സമയം 11 കഴിഞ്ഞു. ഉറക്കം കണ്ണിനെ മാടി വിളിക്കുന്നുണ്ട്. എങ്കിലും അവനോട് എന്ത് പറയണമെന്നറിയാതെ അവൾ അവിടെ തന്നെ നിന്നു. ലാപ്പിൽ നിന്ന് തല ഉയർത്തി അഭി കാണുന്നത് അവനെ നോക്കി നിൽക്കുന്ന ചിത്രയെയാണ്. അത് കാണി അവൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു. ചിത്ര, കിടക്കുന്നില്ലേ? എന്നാൽ വന്ന് കിടക്ക്, എനിക്ക് ലൈറ്റ് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞവൻ ബെഡിൽ നിന്ന് എണീറ്റതും എവിടെ കിടക്കുമെന്നറിയാതെ അവൾ അവിടെ തന്നെ നിന്നു. പിന്നെ വേഗം പില്ലോ എടുത്ത് സോഫയിലേക്ക് വെച്ച് കിടന്നു. ലാപ്പ് വെച്ച് തിരിഞ്ഞ് അഭി കാണുന്നത് സോഫയിൽ കിടക്കുന്ന ചിത്രയെയാണ്. പെട്ടെന്ന് തൻ്റെ അടുത്തേക്ക് വരുന്ന അഭിയെ കണ്ടതും ചിത്ര സോഫയിൽ നിന്ന് എണീറ്റു. തൻ്റെ അടുത്ത് നിന്ന് കൈകെട്ടി നിൽക്കുന്ന അഭിയെ കാണെ അവളൊന്ന് പതറി. എൻ്റെ അടുത്ത് കിടക്കാൻ തനിക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? ഇല്ല. തന്നെ നോക്കി ഗൗരവത്തോടെ ചോദിക്കുന്നതിനെ കണ്ടതും അറിയാതെ ചിത്ര പറഞ്ഞുപോയി. എന്നാൽ വാ എന്ന് പറയുന്നതിൻ്റെ കൂടെ അവളുടെ പില്ലോ എടുത്ത് കയ്യിൽ പിടിച്ചിരുന്നു അവൻ. അഭിയെ ഒന്ന് നോക്കിയതിനു ശേഷം അല്പം പരിങ്ങലോടെ അവൻ പുറകെ നടന്നു അവൾ. ചിത്രയുടെ പില്ലോ ബെഡിലേക്ക് വെച്ച് ശാന്തമായി അഭി ബെഡിലേക്ക് കിടന്നു. അവനെ ഒന്ന് നോക്കി അല്പം മടിച്ചാണെങ്കിലും ചിത്രയും ബെഡിലേക്ക് കിടന്നു. ചിത്രയുടെ ഹൃദയം 10 മടങ്ങ് വേഗത്തിലിടിച്ചു. അഭിയുടെ സാമീപ്യം അവളെ തളർത്തുന്നുണ്ടായിരുന്നു. അവനെ അഭിമുഖീകരിക്കാൻ കഴിയാതെ തിരിഞ്ഞു കിടക്കുമ്പോൾ അവനിൽ നിന്ന് പരമാവധി അകന്ന് കിടക്കാൻ അവൾ ശ്രമിച്ചിരുന്നു. എന്നിട്ടും ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുമ്പോൾ തൊട്ടടുത്ത് അഭി നല്ല ഉറക്കമായിരുന്നു. തിരിഞ്ഞു മറിഞ്ഞും കിടന്ന് ചിത്ര ഉറങ്ങുമ്പോൾ സമയം ഒരുപാട് വൈകിയിരുന്നു. പതിവ് പോലെ 4 മണിക്കാണ് അഭി ഉറക്കമുണർന്നത്. വർഷങ്ങളായുള്ള ശീലമായതുകൊണ്ട് അലാറത്തിൻ്റെ ആവശ്യം അവനില്ല. പതിവിന് വിപരീതമായ ഒരു പ്രത്യേക ഉന്മേഷത്തോടെ കണ്ണു തുറക്കുമ്പോഴാണ് തൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുന്ന ചിത്രയെ അവൻ കാണുന്നത്. പോരാത്തതിന് ഒരു കൈ കൊണ്ട് അവനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്.